നമ്മുടെ സിലബസിൽ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്. ഇതിനകത്ത് ആദ്യത്തെ നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ സിലബസിൽ നിന്നുള്ള ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ട്, ആ ക്ലാസ്സുകൾ കാണുക. നമ്മൾ ഇന്ന് തുടക്കത്തിലുള്ള ആ ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുന്നത് ആ ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, അല്ലെ? എന്താണ്? ഒയ് ഇക്കണോമിയ, ഗൃഹഭരണം എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ്. ഒയ് ഇക്കണോമിയ അല്ലെങ്കിൽ ഗൃഹഭരണം എന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്നൊരു ടേം എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ ഈ നമ്മുടെ എക്കണോമിക്സിനെ രാഷ്ട്രീയ ധനശാസ്ത്രം എന്നായിരുന്നു അറിയപ്പെടുന്നത്. രാഷ്ട്രീയ ധനശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കണോമി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആൽഫ്രഡ് മാർഷലാണ് എക്കണോമിക്സ് എന്നൊരു ടേം എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എക്കണോമിക്സിന് ആ ഒരു ടേം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എക്കണോമിക്സിന് ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് നമുക്ക് പറയാം, ആൽഫ്രഡ് മാർഷലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് എക്കണോമിക്സ് എന്ന ടേം യൂസ് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. പൊളിറ്റിക്കൽ എക്കണോമി, രാഷ്ട്രീയ ധനശാസ്ത്രം എന്നായിരുന്നു നമ്മുടെ എക്കണോമിക്സിനെ അറിയപ്പെട്ടിരുന്നത്. ആൽഫ്രഡ് മാർഷലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്കണോമിക്സിന് ആ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം എക്കണോമിക്സിന്റെ ഫാദർ ആരാണ്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, അല്ലെ? രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ സ്വഭാവത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം. ഈ ടെക്സ്റ്റ് അതിന്റെ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വർഷം? കഴിഞ്ഞ HSK അല്ല, അതിന് മുമ്പത്തെ HSK 2012 HSK ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത്? ഈ വെൽത്ത് ഓഫ് നേഷന്റെ ഇയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1776 നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇനി ആ ഡേറ്റ് കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. മാർച്ച് 9, ആ ഒരു ഡേറ്റ് കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ആ ഇയറിന്റെ കൂടെ തന്നെ 1776 മാർച്ച് 9 ഈ ടെക്സ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആഡം സ്മിത്തിന്റെ കൃതിയാണ് ഏത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണ് ഏത്? ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് വരാം, രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ സ്വഭാവത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം എന്നാണ് മലയാളത്തിൽ. 1776 മാർച്ച് 9. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ. ഗൃഹഭരണം, ഇക്കണോമി എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ എക്കണോമിക്, രാഷ്ട്രീയ ധനശാസ്ത്രം എന്നായിരുന്നു ആദ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ആൽഫ്രഡ് മാർഷലാണ് എക്കണോമിക്സ് എന്നൊരു ടേം കൊണ്ടുവരുന്നത്. ഓക്കെ, അതേപോലെ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിന്റെ പേര് പറഞ്ഞു. 1776 മാർച്ച് 9 ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമുക്ക് അറിയാവുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ തന്നെയാണ്, എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഒന്നാമത്തെ നിർവചനം നമ്മൾ സമ്പത്തിന്റെ നിർവചനമാണ് പറയാൻ പോകുന്നത്. സമ്പത്ത് എന്ന് പറയുന്ന നിർവചനം, വെൽത്ത് ഡെഫിനിഷൻ, അത് കൊണ്ടുവന്നത് ആരാണ്? നമുക്കറിയാം, ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് സമ്പത്ത് നിർവചനം, എക്കണോമിക്സിന് സമ്പത്ത് നിർവചനം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സമ്പത്തിന്റെ സ്വഭാവം, അതിന്റെ സൃഷ്ടി, അവയുടെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്? ആഡം സ്മിത്ത് പറഞ്ഞത്. സമ്പത്തുമായിട്ടാവുമ്പോൾ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ ആയിരിക്കുമേ സമ്പത്തിന്റെ സ്വഭാവം, അതിന്റെ സൃഷ്ടി, അതിന്റെ വിനിയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, രണ്ടാമത്തെ നിർവചനം ക്ഷേമ നിർവചനമാണ്. വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ഷേമ നിർവചനം ആരാണ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷലാണ്. അപ്പം വെൽഫെയർ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ഷേമ നിർവചനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതം എന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനവരാശിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. ജീവിതം എന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനവരാശിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. മനുഷ്യന് പ്രാധാന്യം കൊടുത്ത, അല്ലെങ്കിൽ മനുഷ്യന്റെ മാനവരാശിക്ക് പ്രാധാന്യം കൊടുത്ത ചിന്തകൻ അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. അതായത് മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിയ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു ടെക്സ്റ്റ് ഉണ്ട്, മറന്നു പോകരുത്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്നാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലാണ്. ആ ഇയർ ഒന്ന് അറിഞ്ഞിരിക്കണം, ആ ടെക്സ്റ്റിന്റെ ഇയർ ഒന്ന് അറിഞ്ഞിരിക്കണം. 1890 1890 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ഷേമ നിർവചനം, വെൽഫെയർ ഡെഫിനിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ആർക്ക് പ്രാധാന്യം കൊടുത്തു? മനുഷ്യന് പ്രാധാന്യം കൊടുത്തു. അതായത് എക്കണോമിക്സിനെ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്തു. ജീവിതം എന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനവരാശിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്.
മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തു. അതാണ് ക്ഷേമ നിർവചനം. മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയ എക്കണോമിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ നമ്മൾ രണ്ട് നിർവചനം പറഞ്ഞു, സമ്പത്ത് നിർവചനം പറഞ്ഞു, ക്ഷേമ നിർവചനം പറഞ്ഞു. മൂന്നാമത്തെയാണ് ദൗർലഭ്യ നിർവചനം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അല്ലെങ്കിൽ ദൗർലഭ്യ നിർവചനം ആരുടേതാണ്? പഠിച്ചതാണ്, നിങ്ങൾ പറഞ്ഞ ശരിയാ, ലേണൽ റോബിൻസ് അല്ലെ. ലേണൽ റോബിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേണൽ റോബിൻസിന്റെയാണ് ദൗർലഭ്യ നിർവചനം. എന്നാണ് അദ്ദേഹം പറയുന്നത്, ആവശ്യങ്ങളും ബദൽ ഉപയോഗങ്ങളുമുള്ള ദൗർലഭ്യ വിഭവങ്ങളും, ആവശ്യങ്ങളും ബദലുപയോഗങ്ങളുമുള്ള ദൗർലഭ്യ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്? ലേണൽ റോബിൻസൺ പറഞ്ഞത്. ആവശ്യങ്ങളും ബദലുപയോഗങ്ങളുമുള്ള അതുപോലെ തന്നെ ദൗർബല്യ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന ഒരു നിലയിൽ, ആ രീതിയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് എക്കണോമിക്സ്. ആര് പറഞ്ഞു? ലേണൽ റോബിൻസൺ പറഞ്ഞു. അപ്പം ദൗർലഭ്യ നിർവചനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലേണൽ റോബിൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് 1932 ആ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തത്. വർഷം പഠിക്കണം, 1932 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്വഭാവത്തെയും പ്രാധാന്യത്തെയും കുറിച്ചുമുള്ള ഉപന്യാസം എന്നാണ് മലയാളം ആ ടെക്സ്റ്റിന്റെ. ചിലപ്പോൾ നമുക്ക് മലയാളത്തിലായിരിക്കാം ചോദിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്വഭാവത്തെയും പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഉപന്യാസം എന്ന ടെക്സ്റ്റ് എഴുതിയത് ആരാണ്? ലയണൽ റോബിൻസൺ ആണ്. ഓക്കെ, ഇതിപ്പോ ദൗർലഭ്യ നിർവചനം, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ലേണൽ റോബിൻസണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ആണ് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്, 1932. ഓക്കെ ആണേ. നാലാമത്തെ നിർവചനം വളർച്ചാ നിർവചനം അല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ. വളർച്ചാ നിർവചനം അല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ എ സാമുവൽസണുമായിട്ടാണ് വളർച്ചാ നിർവചനം കണക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വിഭവങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും എങ്ങനെ വിതരണം ചെയ്യണമെന്നും വ്യക്തികളും സമൂഹവും തീരുമാനിക്കുന്ന രീതിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ്. ഒന്നുകൂടെ പറയാം, വിഭവങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അത് എങ്ങനെ വിതരണം ചെയ്യണമെന്നും വ്യക്തിയും സമൂഹവും അല്ലെങ്കിൽ വ്യക്തികളും സമൂഹവും തീരുമാനിക്കുന്ന ആ ഒരു രീതിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു. ആരാണ്? പോൾ എ സാമുവൽസൺ. അപ്പം വളർച്ചാ നിർവചനം ഗ്രോത്ത് ഡെഫിനിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ എ സാമുവൽസണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. 1948 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് എക്കണോമിക്സ്. അപ്പം ആ സബ്ജക്റ്റിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളർച്ചാ നിർവചനം ഗ്രോത്ത് ഡെഫിനിഷൻ പോൾ എ സാമുവൽസൺ ആണ്. അദ്ദേഹം പറയുന്നത് വിഭവങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും എങ്ങനെ വിതരണം ചെയ്യണമെന്നും വ്യക്തിയും സമൂഹവും തീരുമാനിക്കുന്ന രീതിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. ഗ്രോത്ത് ഡെഫിനിഷൻ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ആണ് എക്കണോമിക്സ്, 1948. അപ്പം ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആധുനിക നിർവചനമായിട്ട് കണക്കാക്കുന്നത്, മോഡേൺ ഡെഫിനിഷനായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് ഈ ഒരു നിർവചനത്തെ അല്ലെങ്കിൽ വളർച്ചാ നിർവചനത്തെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഈ വളർച്ചാ നിർവചനമാണ് ആധുനിക നിർവചനമായിട്ട് എക്കണോമിക്സിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 4 നിർവചനങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്ഷേമ നിർവചനം പറഞ്ഞു, അതുപോലെ തന്നെ സമ്പത്തിന്റെ നിർവചനം പറഞ്ഞു അല്ലേ. സമ്പത്ത് നിർവചനം അല്ലെങ്കിൽ വെൽത്ത് ഡെഫിനിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആഡം സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേമ നിർവചനം വെൽഫെയർ ഡെഫിനിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൗർലഭ്യ നിർവചനം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസൺ ആണ്. അതുപോലെ വളർച്ചാ നിർവചനം ഗ്രോത്ത് ഡെഫിനിഷൻ ആരാണ്? പോൾ എ സാമുവൽസൺ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തിലോട്ട് പോവാവോ? ഓക്കെ, പ്രധാനമായിട്ടും ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രണ്ണമാണ്? 3 എണ്ണമാണ് അല്ലെ. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രയാണ്? 3 എണ്ണമാണ്. എന്തൊക്കെയാണത്? എന്തുൽപാദിപ്പിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം അല്ലെ. എന്തുൽപാദിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, അതേപോലെ വാട്ട് ക്വാണ്ടിറ്റീസ്, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം. അത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ്. അതേപോലെ രണ്ടാമത്തെ പ്രശ്നമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെ പ്രശ്നമാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം, അതേപോലെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെയാണ്. ആ പ്രശ്നങ്ങൾ 3 മനസ്സിലായില്ലേ. ഇനി എന്താണ്
ഈ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണം. അതായത് എന്തുൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമുക്ക് ആയിരക്കണക്കിന് സാധനങ്ങളുടെ സേവനങ്ങളുടെ ആവശ്യമുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പരിധിയില്ല. നമുക്ക് എത്ര കിട്ടിയാലും മനുഷ്യൻ എന്താവുന്നില്ല, സംതൃപ്തിപ്പെടുന്നില്ല, അല്ലേ? അവൻ സാറ്റിസ്ഫാക്ഷൻ ആകുന്നില്ല അവനിക്ക്. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം സാധൂകരിക്കാനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുമുള്ള വിഭവങ്ങൾ നമുക്കുണ്ടോ? അതില്ല എന്ന് വേണം നമുക്ക് പറയാം, അല്ലേ? അപ്പം ആയിരക്കണക്കിന് ആ സാധനങ്ങളുടെ സേവനങ്ങളുടെ നമുക്ക് ആവശ്യമുണ്ട്. അതിനുള്ള വിഭവങ്ങൾ എന്താണ്? ദുർലഭമാണ്. അപ്പൊ അതിനാൽ എന്തുൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അടിസ്ഥാന പ്രശ്നം. എന്തുൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അടിസ്ഥാന പ്രശ്നം. അതായത് ലഭ്യമായ വിഭവങ്ങൾ ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കണമോ, അതോ നമ്മുടെ ദേശരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമോ, ആഡംബര വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കണോ, അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു എന്തുൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്ന ആ ഒരു അതിൽ വരുന്നത്. ഇപ്പൊ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താണോ, അല്ലെങ്കിൽ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്താണോ, സാധനങ്ങളായാലും സേവനങ്ങളായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അത് ആദ്യം ഉണ്ടാക്കുക. അതിന് മുൻഗണനാക്രമം കൊടുത്തുകൊണ്ട് ആ ഒരു മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കണമെന്നാണ് എക്കണോമിക്സ്റ്റുകൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ള സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത്. ആ ഒരു രീതിയിലാണ്. അപ്പം ഏറ്റവും സമൂഹത്തിൽ പ്രാധാന്യപ്പെട്ട സാധനങ്ങൾ, സേവനങ്ങൾ എന്താണോ അതൊരു മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കണമെന്നാണ്. അതിനുശേഷം എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കണം. ഇപ്പം അരി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ എത്ര ടൺ അരി ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തുൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ് വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായെന്ന് മനസ്സിലായി കാണുമല്ലോ. രണ്ടാമത്തെയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം എന്താണ്? ഏത് ഉൽപ്പാദന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ട് 2 സാങ്കേതിക വിദ്യ ഉണ്ട്. ഒന്ന് അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ, 2 മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ചു മൂലധനവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന രീതിയാണ് അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. മൂലധന തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപാദന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ താരതമ്യേന എന്താണ്, ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമെന്നാണ് നമ്മുടെ പൊതുവേ ഉള്ളൊരു നിഗമനം. ഓക്കെ, മൂന്നാമത്തെയാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനപരമായ വിതരണത്തെയാണ്. മനസ്സിലാക്കണേ, ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനപരമായ വിതരണത്തെയാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പ്രവർത്തനപരമായിട്ടുള്ള വിതരണം എന്ന് പറഞ്ഞാൽ? ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? വരുമാനമാണ്, ഇൻകമാണ്. അപ്പം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പാദനത്തിൽ പങ്കെടുത്ത ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥർക്ക് വീതിച്ചു കൊടുക്കുന്നതിനെയാണ് പ്രവർത്തനപരമായിട്ടുള്ള വിതരണം എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനത്തിന് സഹായിച്ച ഭൂമി, അതുപോലെ പ്രയത്നം, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് അതിന്റെ ഉടമസ്ഥരായവർക്ക് എങ്ങനെ കൊടുക്കുന്നു? പാട്ടം, വേതനം, പലിശ, ലാഭം, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തെ വീതിച്ചു കൊടുക്കുന്നു. ഇതാണ് പ്രവർത്തനപരമായ വിതരണം അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒന്നുമില്ല, നമ്മളൊരു ഒരു ഭൂമിയിലാണല്ലോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്ത് കൊടുക്കണം? നമുക്ക് പാട്ടം കൊടുക്കണം, അല്ലേ? അതിന്റെ വാടക കൊടുക്കണ്ടേ? അതുപോലെ തന്നെ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിക്കാരുണ്ട്, അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? വേതനം കൊടുക്കണം. അപ്പൊ ഭൂമിക്ക് പാട്ടം കൊടുക്കണം. അതുപോലെ പ്രയത്നിച്ചവർക്ക് അവർക്ക് എന്ത് കൊടുക്കണം? ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, വേതനം കൊടുക്കണം. അതേപോലെ മൂലധനം നമ്മൾ എവിടുന്നാണോ ചിലപ്പം നമ്മൾ കടം വാങ്ങിയതായിരിക്കാം പൈസ, അതായിരിക്കും നമ്മുടെ മൂലധനം. അപ്പൊ അതിനെന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം, അല്ലേ? അതുപോലെ സംഘാടനം ചെയ്യുന്ന ആള്, അല്ലെ? അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആള്. അപ്പൊ ഞാൻ ചിലപ്പം എന്റെ പേരിലായിരിക്കും, ഞാൻ മാത്രമായിരിക്കും അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ സംഘാടനം ചെയ്യുന്ന ആള് ഞാനാണെങ്കിൽ എനിക്ക് അതിന്റെ ബാക്കി എന്താ കിട്ടുന്നത്? അതാണ് ലാഭം, അല്ലെ? അപ്പം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതെ, അതൊരു പ്രവർത്തനപരമായ വിതരണത്തെയാണ്. അതായത് ഓരോന്നിനും ഓരോന്ന് കൊടുക്കണം, അതായത് കൊടുക്കാനുള്ളവർ ഭൂമിക്ക് പാട്ടം കൊടുക്കണം, പ്രയത്നത്തിന് വേതനം കൊടുക്കണം, അതേപോലെ തന്നെ മൂലധനത്തിന് പലിശ കൊടുക്കണം, സംഘാടനത്തിന് കിട്ടുന്ന എന്താണ്? ലാഭം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മൾ പറഞ്ഞു 2 സാങ്കേതിക വിദ്യ ഉണ്ട്, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യയും മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. മൂന്നാമത്തേത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഭൂമിക്ക് പാട്ടം കൊടുക്കണം, പ്രയത്നത്തിന് വേതനം കൊടുക്കണം, മൂലധനത്തിന് പലിശ കൊടുക്കണം, സംഘാടനത്തിന് ലാഭം കൊടുക്കണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപ്പാദന സാധ്യത വക്രം തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.